നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുള്ള അവസാന സമയം ചൊവ്വാഴ്ച രാത്രി 8 മണി. അത് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ ഒരു സമയത്തും തൻ്റെ പ്രവൃത്തിയുടെ ആഴം അത് വളരെ വലുതായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് ഇറാനെതിരെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ഇറാന്റെ കഥ കഴിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നും ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ രാജ്യം നിശ്ചലമാകുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഏത് തരത്തിലുള്ള എത്രത്തോളം മാരകമായിട്ടുള്ള എവിടെയായിരിക്കും ഒരു ആക്രമണം അമേരിക്ക നടത്താൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക ലോകരാജ്യങ്ങൾക്ക് മുഴുവനുമുണ്ട്. വൈറ്റ് ഹൗസിൽ നടത്തിയ അസാധാരണമായ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇറാന്റെ മേൽ കടുത്ത ഭീഷണി മുഴക്കിയത്. ഇറാൻ വെടിവെച്ചിട്ട് 2 അമേരിക്കൻ പൈലറ്റുമാരെ സാഹസികമായി രക്ഷപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാന്റെ സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായും തകർക്കുമെന്നും വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ബോംബിട്ട് തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു പാലം വെറും 10 മിനിറ്റിനുള്ളിൽ തകർത്തുകൊണ്ട് തങ്ങൾ ഈ തന്ത്രം പരീക്ഷിച്ച് വിജയിച്ചതാണെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും മറ്റു നഗരങ്ങളിലും വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇറാനിൽ നിന്ന് വന്ന മിസൈലുകളെ ഫലപ്രദമായി തടഞ്ഞതായി സിറിയൻ സ്റ്റേറ്റ് ടിവിയും അറിയിച്ചു. ഇറാനിൽ നിന്ന് വന്ന 7 ബാലിസ്റ്റിക് മിസൈലുകൾ തടഞ്ഞതായി സൗദി പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ട്രംപ് അമേരിക്കൻ സൈനിക നീക്കങ്ങൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായിരിക്കും ഇറാന് നേരെ പ്രയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതും വ്യക്തമാക്കിയിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രിയോടെ ഇറാന്റെ ഓരോ പാലവും തകർക്കപ്പെടും, ഓരോ പവർ പ്ലാന്റുകളും കത്തിയെരിയും. അത് പുനർനിർമ്മിക്കാൻ അവർക്ക് 100 വർഷം വേണ്ടിവരുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ സൈനികമായി പരാജയപ്പെട്ടുവെന്നും സമുദ്രപാതകളിൽ മൈനുകൾ വിതറുകയല്ലാതെ അവർക്ക് മറ്റു വഴികളില്ലെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. അമേരിക്കൻ സമയമനുസരിച്ച് അവിടെ ഇപ്പോൾ ഏകദേശം ചൊവ്വാഴ്ച പുലർച്ചയോട് അടുക്കുന്നേയുള്ളൂ. ഇറാനിലാണെങ്കിൽ രാവിലെ 7 മണി കഴിഞ്ഞു, 7 മണി അടുപ്പിച്ചാവുന്ന ഒരു സമയമാണ്. ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ നാളെ പുലർച്ചയോട് കൂടിയായിരിക്കും ഈ ആക്രമണം ഉണ്ടാവുക. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും അവിടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ടോൾ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെനിസലൻ എണ്ണയുടെ കാര്യത്തിൽ സ്വീകരിച്ചതിന് സമാനമായ നിലപാടായിരിക്കും ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയുള്ള ആക്രമണങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ യുവാക്കളോട് രാജ്യത്തെ പവർ പ്ലാന്റുകൾക്ക് ചുറ്റും മനുഷ്യചങ്ങല രൂപീകരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോ സന്ദേശം ചൊവ്വാഴ്ച പുലർച്ചെ ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പുറത്തിറക്കിയിരുന്നു. അതായത് ആക്രമണം ഉണ്ടാകാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് ഒരു മനുഷ്യചങ്ങല രൂപീകരിക്കാനായിട്ട് ഇറാൻ അവിടെയുള്ള ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ യുവാക്കളെയും, കായിക താരങ്ങളെയും, കലാകാരന്മാരെയും, വിദ്യാർത്ഥികളെയും, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെയും അവരുടെ പ്രൊഫസർമാരെയും അതിനായി ക്ഷണിക്കുന്നു എന്നാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തങ്ങളുടെ ദേശീയ ആസ്തികളും മൂലധനവുമായ ഇറാന്റെയും ഇറാനിയൻ യുവാക്കളുടെയും ഭാവിയുടേതായ പവർ പ്ലാന്റുകൾക്ക് ചുറ്റും ഒത്തുകൂടുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പടിഞ്ഞാറുമായുള്ള ഇപ്പോൾ സംഘർഷ രൂക്ഷമായ സമയങ്ങളിൽ ഇറാൻ ഇത്തരത്തിലുള്ള ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ആണവ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള പവർ പ്ലാന്റുകൾക്ക് ചുറ്റുമുള്ള മനുഷ്യചങ്ങല പ്രകടനങ്ങൾ, അതൊരു തരത്തിൽ മനുഷ്യ കവചങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളിലും ഇത്തരത്തിലൊരു രീതി രൂപീകരിച്ചിട്ടുണ്ട്. 1991 ഗൾഫ് യുദ്ധകാലത്ത് ഇറാഖി ഏകാധിപതി സദാം ഹുസൈനെ സമാനമായ മനുഷ്യ കവച പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഒന്ന് സംരക്ഷിക്കാനായിട്ട് മനുഷ്യന്മാരെ തന്നെ കവചങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. ഏതായാലും ഇറാനിലെ ജനങ്ങൾ ഭരണകൂടത്തെ വെറുക്കുന്നുവെന്നും ബോംബിംഗ് തുടരാൻ അവർ തങ്ങളോട് ആവശ്യപ്പെടുകയാണെന്നുള്ള വിചിത്രമായ വാദവും ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പ്രസ്താവനകൾ വലിയ പരിഹാസത്തിനും വിമർശനത്തിനും വഴിവെച്ചിട്ടുണ്ട്. അമേരിക്കൻ യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടതിനെ വിജയമായി ചിത്രീകരിക്കുന്നത് കോമാളിത്തരമാണെന്നാണ് ജിമ്മി ഡോർ വിമർശിച്ചിരിക്കുന്നത്. ട്രംപിന്റെ വാർത്താ സമ്മേളനം ഒരു കോമഡി സ്കിറ്റ് പോലെയാണെന്നും സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന വിമർശനം. പെന്റഗണിലെ കണക്കുകളും ട്രംപിന്റെ അവകാശവാദങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. എല്ലാ ദിവസവും ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണെന്നും US സെക്രട്ടറി ഓഫ് വാർ പീറ്റ് ഹെഗ്സത്തും അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ 3 ആഴ്ചയായി പ്രതിദിനം ശരാശരി 250 ആക്രമണങ്ങൾ എന്ന നിലയിലാണ് US സെൻട്രൽ കമാൻഡ്
പ്രവർത്തിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി 8 മണി എന്ന സമയപരിധി അവസാനിക്കാനിരിക്കെ ലോകം മുഴുവൻ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ ഇറാനുമായി സമാധാന കരാറിന് US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അവസാനവട്ട ശ്രമവും നടക്കുകയാണ്. ചൊവ്വാഴ്ചത്തെ സമയപരിധിക്ക് മുമ്പ് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ രാജ്യം കത്തിയെരിയുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെ സമാധാന കരാർ ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് JD വാൻസ്. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ഞായറാഴ്ച രാത്രി നടന്ന ചർച്ചകളിൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന്, തുടർന്ന് 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ കൂടുതൽ ചർച്ചകൾ നടത്തണമെന്നും വാൻസ് ആവശ്യപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് മുമ്പ് കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല ജനവാസ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ സമാധാന പദ്ധതിക്കും പ്രസിഡന്റ് ട്രംപിന്റെ ഔദ്യോഗിക അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും വൈറ്റ് ഹൗസ് വക്താവ് അറിയിച്ചു. ഈ കരാർ നടപ്പിലായാലും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കാൻ സാധ്യതയില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ, JD വാൻസ്, ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരുമായി നടത്തിയ രഹസ്യ ചർച്ചകളിലൂടെ ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. ഇറാനെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും ചർച്ചകളിൽ പങ്കെടുത്തു. യുദ്ധഭീഷണിയെ തുടർന്ന് എണ്ണ വിപണിയിൽ വലിയ ചാഞ്ചാട്ടമാണ് അനുഭവപ്പെടുന്നത്. ക്രൂഡ് ഓയിൽ വില നേരിയ തോതിൽ കുറഞ്ഞെങ്കിലും ഇപ്പോഴും ബാരലിന് $100 മുകളിലാണ്. സംഘർഷം ആരംഭിച്ചതിന് ശേഷം അമേരിക്കയിൽ പെട്രോൾ വില ഗണ്യമായി വർദ്ധിച്ചു. നിലവിൽ ഗാലന് $4.10 ശരാശരി വില. ഇത് യുദ്ധത്തിന് മുൻപുള്ളതിനേക്കാൾ $1 കൂടുതലാണ്. സംഘർഷം ആരംഭിച്ചതിനു ശേഷം അമേരിക്കയിൽ പെട്രോൾ വിലയും ഗണ്യമായി വർദ്ധിച്ചു. നിലവിൽ ഗാലന് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ബാധിക്കാത്ത തരത്തിലുള്ള വെടിനിർത്തലുമാണ് ചർച്ചകളിലെ പ്രധാന ലക്ഷ്യം. എന്നാൽ ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ട്രംപ് നൽകിയിരിക്കുന്ന സമയപരിധിക്ക് മുമ്പ് കരാറിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് പ്രതികരിക്കവേ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ആവശ്യങ്ങളും നിലപാടുകളും മധ്യസ്ഥർ വഴി അറിയിച്ചിട്ടുണ്ടെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സമാധാന ചർച്ചകൾ യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുമെന്ന ഭീഷണികൾക്കും അന്ത്യശാസനകൾക്കും നിരാക്കാത്തതാണെന്നും മറ്റൊരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്കോ സമയപരിധികൾക്കോ ഇറാൻ വഴങ്ങില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്ന് ഒരു മുതിർന്ന ഇറാനിയൻ സ്രോതസ് റിപ്പോർട്ടുകൾ ചെയ്തു. തങ്ങൾക്ക് മേലുള്ള US ഉപരോധങ്ങളും വ്യാപാര നിയന്ത്രണങ്ങളും നീക്കണമെന്ന് ടെഹ്റാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും ആണവ വികസനം നിർത്തണമെന്നുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട്. ഗാസയിലെയോ ലെബനനിലെയോ വെടിനിർത്തൽ കരാറുകൾ പോലെയാകുമോ ഇതും എന്ന് ഇറാൻ ആശങ്കപ്പെടുന്നു. പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നതും എന്നാൽ US ഇസ്രായേൽ സേനകൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താൻ അനുവാദമുള്ളതുമായ ഒരു കരാറിനെ ഇറാൻ ഭയപ്പെടുന്നതായും ആക്സിയോസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ചില ആവശ്യങ്ങൾ പരിഗണിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ വിശ്വാസം വളർത്തുന്നതിനുള്ള നടപടികൾക്കായി പാകിസ്ഥാൻ മധ്യസ്ഥർ ശ്രമിച്ചു വരികയാണ്.